ഷിരൂരിൽ അപകടത്തിൽ മരിച്ച അർജുനൻ കേരളത്തിന്റെ വൈകാരിക മുഖമാണ്. അതിലാർക്കും തർക്കമില്ല. അർജുന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കുകയും ചെയ്തിരുന്നു. അർജുന്റെ വിധവയ്ക്ക് സർക്കാർ ജോലിയും നൽകിയിരുന്നു. അതൊക്കെ നാടിൻ്റെ നല്ല കാര്യങ്ങളായി കണക്കാക്കുമ്പോഴും ഇപ്പോൾ വരുന്ന ചില വിവാദങ്ങൾ, ഒന്ന് ലോറി ഉടമയായ മനാഫിൻ്റെ ഭാഗത്തു നിന്നും അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ പരസ്പരമുള്ള ആരോപണങ്ങൾ, അത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അർജുൻ ഷിരൂരിൽ അപകടത്തിൽപ്പെട്ടത് മുതൽ മനാഫ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ലോറി ഉടമ മനാഫ് എന്ന പേരിലാണ് തുടങ്ങിയത്. അതേ പേരിൽ തന്നെ പല ആളുകളും വ്യാജന്മാരും അതേ പേരിൽ തന്നെ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പൈസ പിരിക്കാൻ വേണ്ടിയാണെന്നും അർജുനൻ്റെ പേരിൽ കാശ് പിരിച്ച് മനാഫ് കാശ് പിരിക്കുന്നുണ്ടെന്നുമൊക്കെയാണ് കുടുംബത്തിൻ്റെ ആരോപണം. എന്നാൽ അതൊക്കെ മനാഫ് അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചിട്ടില്ല. മുക്കത്ത് ഒരു പൊതുപരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അവർ പണം നൽകാമെന്ന് പറഞ്ഞു. അത് അർജുൻ്റെ മകൻ്റെ പേരിൽ നൽകണം, അർജുൻ്റെ മകന് നൽകണം എന്നായിരുന്നു മനാഫ് മറുപടി പറഞ്ഞത് എന്നും മനാഫ് അർജുൻ്റെ മകൻ്റെ ബാങ്ക് അക്കൗണ്ട് ചോദിച്ചത് അതിനുവേണ്ടിയാണെന്നും മനാഫ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ മനാഫിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ മനാഫിന് പിന്തുണയ്ക്കുന്ന ആളുകൾ അർജുൻ്റെ വീട്ടുകാരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. അതായത് അർജുൻ്റെ സഹോദരിയെക്കുറിച്ചും അളിയനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമൊക്കെ മോശപ്പെട്ട കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനെതിരെ അവർ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ അർജുനനോടുള്ള വികാരത്തെ വേറൊരു വഴിക്ക് തിരിച്ചുവിടുന്നു, വേറൊരു വിവാദത്തിലേക്ക് തന്ത്രപൂർവ്വം ആരൊക്കെ തിരിച്ചുവിടുന്നുണ്ട്. പണം ആരൊക്കെ പിരിക്കുന്നുണ്ട് എന്ന ആരോപണത്തിന് പിന്നാലെ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹവും മാധ്യമങ്ങളോട് പറഞ്ഞു, ആരും പണം പിരിവ് നടത്തിയിട്ടില്ല, ഒരു രൂപ പോലും അർജുൻ്റെ പേരിൽ പിരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർജുനൻ്റെ പേര് ലോറിക്ക് ഇടും എന്ന മനാഫിൻ്റെ ഒരു പിടിവാശി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ നിന്നും മനാഫ് മാറുന്നുണ്ട്. മനാഫ് പറയുന്നു, അങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുകയില്ല, വീട്ടുകാർക്കൊപ്പം തന്നെയാണ് താനുള്ളത്. ഒരു ദിവസം ഒരു ഉസ്താദ്, അതായത് ഒരു മത പുരോഹിതൻ തൻ്റെ വീട്ടിൽ വന്നിട്ട് അർജുനൻ്റെ വീട്ടിൽ പോകണം, കാണിച്ചു തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉസ്താദിനെ അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ആ ഉസ്താദാണ് 2000 രൂപ പോക്കറ്റിൽ വെച്ച് കൊടുത്തത്, മകൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തത്. അല്ലാതെ പണപ്പിരിവോ ആരെങ്കിലും പൈസ പിരിച്ചതോ ഒന്നുമല്ല. അതൊരു അപ്പൂപ്പൻ നൽകുന്നത് പോലെ കരുതിയാൽ മതി, അതിനകത്ത് വിവാദമൊന്നും വേണ്ട എന്ന് മനാഫ് ആവർത്തിച്ച് പറയുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് ഇതുവരെ വരുമാനമൊന്നും ലഭിച്ചിട്ടില്ല. 2,40,000-ഓളം ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതും വ്യക്തമാണ്. ആ സ്ക്രീൻഷോട്ടൊക്കെ കാണുമ്പോൾ നമുക്കറിയാം മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നാണ് മനാഫ് പറയുന്നത്. അതുപോലെ പല ആളുകളും സാമ്പത്തികമായി സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ആരിൽ നിന്നും ഒരു രൂപ പോലും സ്വീകരിച്ചിട്ടില്ലെന്നും അതിൻ്റെ ആവശ്യം തനിക്ക് ഇല്ലെന്നും മനാഫ് പറയുന്നുണ്ട്. മനാഫിൻ്റെ നയം വ്യക്തമാക്കുമ്പോൾ അർജുൻ്റെ വീട്ടുകാർ അവരുടെ നിലപാടും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവർ പരസ്പരം ഇങ്ങനെ സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ പോരടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിഷമിക്കുന്നത് അർജുനനെ സ്നേഹിച്ച മലയാളികളുടെ മനസ്സാണ്. ഈ പരസ്പരം ചെളിവാരി എറിയുന്നത് നിർത്തി ഈ വിവാദങ്ങളിലേക്ക്, അർജുൻ്റെ മരണത്തെയും അർജുൻ്റെ മരണാനന്തരം സംഭവിച്ച കാര്യങ്ങളെയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിർത്തണമെന്ന് തന്നെയാണ് മനാഫും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത്. ഏതായാലും സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തും. അതുപോലെ മനാഫിനെതിരെയുള്ള ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും പൈസ പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണവും ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.